അഹമ്മദാബാദിലെ രണ്ടാമത്തെ ദിവസം കാഴ്ചകൾ കാണാൻ ഇറങ്ങിയതാണ്. പതിവ് പോലെ തെരുവ് സജീവമാകുന്നു. അവിടെ തന്നെയുള്ള ഒരു കോട്ട കാണാൻ പോവുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ തീൻ ദർവാസ കാണിച്ചപ്പോൾ ഇതൊരു കോട്ടയിലേക്കുള്ള വഴിയാണെന്ന് പറഞ്ഞിരുന്നു. ആ കോട്ടയിലേക്കാണ് ഭദ്ര ഫോർട്ട്. തൊട്ടപ്പുറത്തായി ഒരു അമ്പലവുമുണ്ട്. 1411 അഹമ്മദ് ഷാ ഒന്നാമനാണ് ഈ കോട്ട നിർമ്മിച്ചത്. പിന്നീട് മുഗളരുടെ ഗവർണർമാരായിരുന്ന ജഹാംഗീറും ഷാജഹാനും ഔറംഗസീബും ഇവിടെ ഭരിച്ചിരുന്നു. കോട്ട വിശാലമാണെങ്കിലും പണി നടക്കുന്നതുകൊണ്ട് എല്ലാ സ്ഥലവും കയറാൻ കഴിഞ്ഞില്ല. കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തതിനു ശേഷം ഇനി എന്തെടുക്കുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഒരാൾ വന്ന് ഇത് കാണിച്ചു തരുന്നത്. കോട്ടയുടെ ചരിത്രം ചെറിയ രൂപത്തിൽ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. ആ കാഴ്ചകൾ കണ്ട് അവിടുന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് ഓല വഴി ബൈക്ക് ടാക്സി ബുക്ക് ചെയ്തു. പക്ഷെ വന്നില്ല. കുറച്ചു നേരമൊക്കെ കാത്തുനിന്നു. ഏതോ സ്കൂളിലെ കുട്ടികളെ കാഴ്ച കാണാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ടാക്സി വരാത്തപ്പോൾ വഴിയിൽ കണ്ട ഓട്ടോ ടാക്സി വിളിച്ച് യാത്ര തുടർന്നു. സബർമതി റിവറിന് കുറുകെയുള്ള ഒരു പാലത്തിലൂടെ സഞ്ചരിച്ച് മറ്റൊരു പാലം കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അഹമ്മദാബാദ് നഗരത്തിന്റെ പുതിയ ഭാഗത്തെയും പഴയ ഭാഗത്തെയും ബന്ധിപ്പിക്കാൻ സബർമതി നദിക്ക് കുറുകെ 11 പാലങ്ങളുണ്ടെന്നാണ് ഗൂഗിൾ കാണിക്കുന്നത്. ഓട്ടോയിൽ നിന്നിറങ്ങി. ഈ കാണുന്നത് ഒരു മാൾ അല്ല, പാർക്കിങ്ങിനുള്ള സൗകര്യമാണ്. 8 നിലകളിലായിട്ടാണ് ഈ പാർക്കിംഗ് സൗകര്യം. വൃത്തിയോടെ സൂക്ഷിക്കുന്നു എന്നതും ഒരു പോയിന്റാണ്. സബർമതി നദിക്ക് കുറുകെയുള്ള അടൽ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. 3ാമത്തെ ഗേറ്റിലൂടെയാണ് ഞാൻ അകത്ത് കടന്നത്. മുൻഭാഗം ചെടികളും മറ്റുമായി വളരെ മനോഹരം. കയറി ചെല്ലുന്നിടത്ത് പ്രധാനമന്ത്രിയോടൊപ്പം ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഇതാണ് ടിക്കറ്റ് നിരക്ക്. 30 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഞാൻ അകത്തേക്ക് കയറി. അഹമ്മദാബാദിലെ തന്നെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് അടൽ പെഡസ്ട്രിയൻ ബ്രിഡ്ജ്. 2018 പണി ആരംഭിച്ച് 2022 പണി പൂർത്തിയായി. 2022 ഓഗസ്റ്റ് 27 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ച പാലമാണിത്. കൈറ്റ്സ് അഥവാ പട്ടത്തിൽ നിന്നാണ് ഇതിന്റെ ഡിസൈൻ എടുത്തിട്ടുള്ളത്. ഇടയ്ക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടവുമുണ്ട്. രാത്രി കാഴ്ച ഇതിലും മനോഹരമാണ്. സബർമതി റിവറിന് കുറുകെയാണ് ഈ പാലം. നടുവിലായി ടീയും സ്നാക്കും കിട്ടുന്ന കടകളുമുണ്ട്. നല്ല തണുപ്പും വെയിലുമായപ്പോൾ ഒരു ചായ വാങ്ങി കുടിച്ച് ഇത്തിരി നേരം അവിടെ റെസ്റ്റ് എടുത്തു. എത്ര മനോഹരമായ നിർമ്മിതിയാണെങ്കിലും തുപ്പി നശിപ്പിക്കാൻ ഇന്ത്യക്കാരെ കൊണ്ടേ കഴിയൂ. അവിടുത്തെ കാഴ്ചകൾ കണ്ടിറങ്ങി. നദിയുടെ സൈഡിലായി സൈക്കിളുകൾ വെച്ചിരിക്കുന്നു. ഇവരുടെ ആപ്പ് ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്ത് സൈക്കിൾ എടുത്ത് നദിയുടെ തീരത്തിലൂടെ റൈഡ് ചെയ്യാം. പക്ഷെ 12 മണിക്ക് അവരുടെ സ്റ്റാഫ് വരികയുള്ളൂ. ഇപ്പോൾ 12 മണി ആയിട്ടില്ല. പിന്നെയും കുറച്ചു സമയം അവിടെ ചിലവഴിച്ചതിന് ശേഷം അവിടുന്ന് മടങ്ങി. വന്ന സൈഡിലൂടെയല്ല മടക്കം. ഇവിടെയും ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. റോഡ് സൈഡിലെത്തി ഒരു ബൈക്ക് ടാക്സി ബുക്ക് ചെയ്തു. ടാക്സി എത്തി. പണം ക്യാഷായി തരുമോ എന്ന് ആദ്യമേ എന്നോട് വിളിച്ചു ചോദിച്ചിരുന്നു. അവന്റെ ഗൂഗിൾ പേ ഒന്നും വർക്ക് ചെയ്യുന്നില്ലത്രേ. തരാമെന്ന് പറഞ്ഞപ്പോഴാണ് വന്നത്. അഹമ്മദാബാദിലെ റോഡും പരിസരവും വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട്. പ്രധാന ഹൈവേയിൽ നിന്ന് ചെറിയ റോഡിലേക്ക് കയറി. വലതുഭാഗത്തായി പഴയ മതിലിന്റെ ഭാഗങ്ങൾ കാണാം. 15 കിലോമീറ്റർ ഉണ്ട് അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക്. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം അടുത്ത ലക്ഷ്യസ്ഥാനത്തെത്തി. 50 രൂപയാണ് ബൈക്ക് ടാക്സി ചാർജ്. അഹമ്മദാബാദിലെ തന്നെ മറ്റൊരു അത്ഭുതമാണ് ഇത്. ദാദാ ഹരീർ സ്റ്റെപ്പ് വെൽ. കവാടം കടന്ന് അടിയിലേക്ക് മനോഹരമായ സ്റ്റെപ്പുകളാണ്. സ്റ്റെപ്പുകൾ ഇറങ്ങിച്ചെല്ലുന്നത് ഭൂമിക്കടിയിലേക്കുള്ള 5 നിലയുള്ള ഒരു കിണറിലേക്ക്. ഓരോ നിലയിലിറങ്ങിയും നേരെ നോക്കുമ്പോൾ ഇത് സ്വപ്നമാണോ എന്ന് തോന്നിപ്പോകും. സുൽത്താൻ മഹ്മൂദ് ബഗഡയുടെ കൊട്ടാര ജീവനക്കാരിയായിരുന്ന ബായ് ഹരീർ സുൽത്താനിയാണ് ഈ അത്ഭുതം നിർമ്മിച്ചത്. സ്റ്റെപ്പിറങ്ങി കിണറിലെ വെള്ളത്തിലേക്ക് വരെ എത്താം. അടിയിൽ നിന്ന് മുകളിലേക്കുള്ള കാഴ്ച. കിണറിന്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗം പക്ഷേ ഇങ്ങനെ പ്രൊട്ടക്റ്റഡ് ആണ്. അതിന്റെ മുകളിലേക്കുള്ള കാഴ്ചയാണിത്. ചുമരുകളിൽ വളരെ മൈന്യൂട്ടായി വൃത്തിയോടെ ചെയ്തു വെച്ചിരിക്കുന്ന കൊത്തുപണികൾ കാണാം. കിണറിന്റെ പ്രധാന ഭാഗത്തു നിന്ന് മുകളിലേക്ക് റൗണ്ടിൽ കയറാൻ പറ്റുന്ന കോണിയുമുണ്ട്. ഇതാണ് ആ കോണിയുടെ മുകളിൽ നിന്നുള്ള കാഴ്ച. പുറത്തുനിന്ന് നോക്കിയാൽ അടിയിലേക്കുള്ള 5 നിലയിലെ അത്ഭുതത്തെക്കുറിച്ച് യാതൊരു അടയാളവുമില്ല. കിണർ നിറഞ്ഞൊഴുകുന്ന സമയങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ടത്രേ. തൊട്ടടുത്തായി തന്നെ ഒരു പള്ളിയും കിണറിന്റെ നിർമ്മാതാവായ ബായ് ഹരീർ സുൽത്താനിയുടെ കബറിടവുമുണ്ട്. വലതുഭാഗത്ത് സുൽത്താനിയുടെ കബറിടവും ഇടത്തേത് പള്ളിയുമാണ്. പള്ളിയിലെ കൊത്തുപണികളും മനോഹരം. ഗുജറാത്ത് ആർക്കിടെക്ചർ സ്റ്റൈല് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്.
ആ കാഴ്ചകൾ കണ്ടിറങ്ങി ഒരു ചായയും കുടിച്ച് അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് ഓട്ടോ ടാക്സി വിളിച്ചു. ഇനി ഗാന്ധിജിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഓട്ടോ വന്നു, യാത്ര തുടങ്ങി. കുറഞ്ഞ സമയത്തെ യാത്രയ്ക്ക് ശേഷം ലക്ഷ്യസ്ഥാനത്തെത്തി. ഇങ്ങനെ ഒരു ബോർഡ് കാണാം. അകത്ത് കയറുമ്പോൾ മനോഹരമായ ഒരു ഗാർഡൻ പോലെയാണ്. ഇങ്ങനെ ഒരു ബോർഡും കാണാം. ആദ്യം മ്യൂസിയത്തിലേക്കാണ്. മഹാത്മാഗാന്ധിജിയുടെ കുട്ടിക്കാലം മുതൽ ഹിന്ദുത്വ തീവ്രവാദികളാൽ കൊല്ലപ്പെടുന്നത് വരെയുള്ള പ്രധാന സംഭവങ്ങളുടെ ഫോട്ടോകളും വിവരണങ്ങളുമാണ് മ്യൂസിയത്തിലുള്ളത്. പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സമരത്തിന്റെ ഫോട്ടോയുമുണ്ട്. ഓരോ സന്ദർഭത്തിൽ എഴുതിയ കത്തുകളും മറ്റു സന്ദേശങ്ങളുമുണ്ട്. മ്യൂസിയത്തിൽ നിന്നിറങ്ങി മറ്റൊരു ബിൽഡിങ്ങിലേക്കാണ്. വസ്ത്രങ്ങൾ തുന്നിയിരുന്ന ചർക്കകൾ കാണാം. ഇതെല്ലാം ഗാന്ധിജി ഉപയോഗിച്ചതായിരുന്നോ എന്നതിനെക്കുറിച്ച് വിവരണങ്ങളൊന്നുമില്ല. തുടരുത് എന്ന് മാത്രം എഴുതി വെച്ചിരിക്കുന്നു. വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനിടെ ഇവിടെ എവിടുന്നോ മലയാളി കുട്ടികളുടെ ശബ്ദം കേട്ടതുപോലെ തോന്നി. എവിടുന്നാണെന്ന് മനസ്സിലായില്ല. അവിടുത്തെ കാഴ്ചയും കണ്ടിറങ്ങി. ഈ കാണുന്നത് സബർമതി റിവറാണ്. അങ്ങോട്ടുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. ഒരു കാഴ്ചയിൽ നിന്ന് മറ്റൊരു കാഴ്ചയിലേക്ക് പോകുന്ന വഴികളും ചെടികളെ കൊണ്ട് മനോഹരമാണ്. ഇതാണ് ഗാന്ധിജിയുടെ വീട്. ആ നീല തൊപ്പിയിട്ട കുട്ടികളാണ് നേരത്തെ മലയാളം പറഞ്ഞതെന്ന് തോന്നുന്നു. 12 വർഷത്തോളം ഗാന്ധിജി ഈ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. ഇവിടുന്നാണ് ഉപ്പു സത്യാഗ്രഹം പോലെ പല സമരങ്ങളും ഗാന്ധിജി നയിച്ചിരുന്നത്. താമസത്തിന് പുറമെ കൃഷികൾ, മൃഗങ്ങളെ വളർത്തൽ എല്ലാം ഇവിടെ ഗാന്ധിജി നടത്തിയിരുന്നു. ഗാന്ധിജിയുടെ റൂമും ഉപയോഗിച്ചിരുന്ന ചർക്കയുമാണത്. ഒരുപാട് കാഴ്ചക്കാരുണ്ട്. പിന്നെ ഗാന്ധിജിയുടെ ഭാര്യയുടെ റൂമും ഒരു ഗസ്റ്റ് റൂമും അടുക്കളയും ചെറിയ നടുമുറ്റവുമാണ് ഈ വീടിനുള്ളത്. പഴയ പാത്രങ്ങളും ചെരുപ്പുകളും കണ്ണടയുമെല്ലാം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ കുട്ടികളെല്ലാം കേരളത്തിൽ നിന്ന് വന്നവരാണ്. പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് സൗജന്യമായ ടൂറിന്റെ ഭാഗമായി വന്നതാണ്. IRTCയുമായി സഹകരിച്ചാണ് ഈ ടൂർ. ട്രെയിനിലാണ് അവരുടെ യാത്ര. ഇവിടുത്തെ ഒരു ടീച്ചർ കുട്ടികൾക്ക് ഇവിടുത്തെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. വിനോബ എന്ന ഒരു സംസ്കൃത പണ്ഡിതൻ ഈ ആശ്രമത്തിലുണ്ടായിരുന്നു. അദ്ദേഹം താമസിച്ച വീടാണ് ഇത്. ഒരുപാട് ശിഷ്യഗണങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഖുർആൻ പഠിക്കാൻ വേണ്ടി 1 വർഷം അദ്ദേഹം മാറ്റിവെച്ചിരുന്നു. ആ കോമ്പൗണ്ടിൽ തന്നെ ഒരു ലൈബ്രറിയും ഖാദി ഷോപ്പുമുണ്ട്. പുസ്തകം വാങ്ങാം, ഖാദി ഉൽപ്പന്നങ്ങളും വാങ്ങാം. അത്യാവശ്യം വിലയുമുണ്ട്. ഗാന്ധി ആശ്രമത്തിൽ നിന്ന് ഇറങ്ങി 1:43 ഇപ്പോൾ സമയം. വഴിയരികിലെ ബെഞ്ചിൽ കുറച്ചുനേരം റെസ്റ്റ് എടുത്ത് വീണ്ടും നടന്നു. കുറച്ച് നടന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. ഇത് എന്റെ ലിസ്റ്റിൽ ഇല്ലായിരുന്നു. ഇവിടെയാണ് മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ സമാധി. റോഡിൽ നിന്ന് നീണ്ട വഴിയിലൂടെ നടന്നാണ് സമാധിയിലെത്തുക. ഇന്ത്യയുടെ 4ാമത്തെ പ്രധാനമന്ത്രിയായും ബോംബെ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയായും ഫൈനാൻസ് മിനിസ്റ്ററായും ഇന്ത്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററായും ഔദ്യോഗിക ജീവിതം നയിച്ചു. അവിടുത്തെ കാഴ്ചകൾ കണ്ടിറങ്ങി. വഴിയിലുള്ള ചെടിയുടെ ഇല കഴിക്കുകയാണ് ഈ മഹാൻ. എനിക്കും വിശക്കുന്നുണ്ട്. വീഡിയോ എടുത്തത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. കുറച്ചുകൂടെ നടന്നപ്പോൾ ഒരു ജംഗ്ഷനിലെത്തി. ഇങ്ങനെ ഒരു റെസ്റ്റോറന്റ് കണ്ടു. ഒരു ലസ്സിയും പ്ലെയിൻ ദോശയുമാണ് ഇന്നത്തെ ബ്രഞ്ച്. 2:29 സമയം. ഇനി നേരെ റൂമിലേക്കാണ്. ബൈക്ക് ടാക്സി എടുത്ത് റൂമിലേക്കുള്ള യാത്ര തുടർന്നു. പിന്നീട് വൈകുന്നേരം മാർക്കറ്റിലൂടെ കുറച്ച് കാഴ്ചകൾ കണ്ട് നടന്നെങ്കിലും കൂടുതൽ ഷൂട്ട് ചെയ്തതൊന്നുമില്ല. രാത്രി ഒരു പള്ളിയിൽ പോയി നിസ്കാരവും തൊട്ടടുത്ത മസാറിൽ പോയി സിയാറത്തും കഴിഞ്ഞ് വീണ്ടും റൂമിലേക്ക്. ഈ മഹാനെക്കുറിച്ച് വിശദമായി അടുത്ത എപ്പിസോഡിൽ പറയുന്നുണ്ട്. അപ്പം അടുത്ത എപ്പിസോഡിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു മിനിറ്റ്. ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താല്പര്യമുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം. ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും. ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുമല്ലോ.